ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനി രേണുകയോട് പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പ്രണവിനെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ കയറിപ്പറ്റണം. എന്നിട്ട് വേണം എനിക്ക് നിധിയെ ആ വീട്ടിൽ നിന്നും തുരത്താൻ. അതിനുള്ള വഴികളാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രേണുകയും ശിവാനിയും കൂടി നിധിയെയും ഗൗതമിനെയും പിരിച്ച ശേഷം അവരെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആശകളൊക്കെ സ്വരുക്കൂട്ടി വെക്കുകയാണ്. പിന്നീട് വസുന്ധര ചിന്തിക്കുകയാണ്, നിധി വന്ന് സംസാരിച്ച ഓരോ വാക്കുകളും ഏട്ടനെ ഭീഷണിപ്പെടുത്തിയ ശേഷം ശിവാനിയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയതാണ്. നിധി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എന്നിട്ട് ശിവാനിയെയും പ്രണവിനെയും ഒന്നിപ്പിക്കണം എന്ന് ചിന്തിക്കുകയാണ്. ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം നിധി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും നിധി ഗൗതമിനോട് അക്കാര്യം പറയും. അതോടുകൂടി ഗൗതം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും എന്നെ ഗൗതം വെറുക്കുകയും ചെയ്യും. അത് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് നിധിയെ ഇക്കാര്യത്തിൽ നിന്നും തടയണം. നിധി ഒരിക്കലും ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം അറിയാൻ പാടില്ല എന്നൊക്കെ വസുന്ധരയും ചിന്തിക്കുകയാണ്. അതിന്റെ മുന്നേ ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു മാർഗം മാത്രമാണുള്ളൂ. ശിവാനിയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇനി നടക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ശേഷം വസുന്ധര ശിവാനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വസുന്ധരയുടെ ഫോൺ കാണുന്ന സമയത്ത് ശിവാനി സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ നിന്റെ വിശേഷം എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സുഖമാണ് എന്ന് പറയാണ്. അപ്പോൾ ശിവാനിയോട് പറയുന്നുണ്ട്, നീ അവിടെ തിന്നും കുടിച്ചും സുഖമായി ജീവിക്കാൻ അങ്ങ് തീരുമാനിച്ചോ? ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിക്കാട്ടോ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട്. പ്രണവിനെ എല്ലാ ദിവസവും വിളിക്കാനും ശ്രമിക്കാറുണ്ട്. പ്രണവിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ വസുന്ധര പറയാണ്, ഇങ്ങനെ സ്നേഹിച്ച് പ്രണയിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. നീ ഇല്ലാതെ അവന് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ വരണം. അതാണ് നീ ഇനി കണ്ടെത്തേണ്ടത്. അതിനൊരു മാർഗം ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരാം. അതുപോലെ നീ ചെയ്താൽ മതി എന്ന് പറയട്ടോ. എന്നിട്ട് വസുന്ധര ശിവാനിക്ക് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പ്രണവിനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്ക് നീയും എത്തണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അതോടുകൂടിയിട്ട് ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്ത പ്രണവിൻ്റെ മനസ്സിലേക്ക് വരണം. അതിനുള്ള മാർഗമാണ് നീ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് ഉടനെ തന്നെ പോവണം എന്ന് പറയാണ്. അങ്ങനെ ശിവാനിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വസുന്ധര. എന്നിട്ട് നീ ആ റെസ്റ്റോറൻറ്റിൽ ചെന്ന ശേഷം ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്നുള്ള പ്ലാനുകളൊക്കെ വസുന്ധര ശിവാനിക്ക് പറഞ്ഞു കൊടുത്ത ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ. പിന്നീട് നിധിയാണെങ്കിലോ ആശ്രമത്തിൽ എത്തിയ ശേഷം ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം അറിയുകയാണ്. ഗൗതമിൻ്റെ അമ്മയുടെ പേര് നിർമ്മല എന്ന് നിധി മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ആ ആശ്രമത്തിൻ്റെ ഓണർ അവിടേക്ക് വരുന്നത്. അപ്പോൾ നിധി മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നത് അയാൾ കണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ റൂമിലേക്ക് കയറിയത്? നിങ്ങൾ എന്തിനാണ് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ ഫോട്ടോ എടുക്കുന്നൊന്നുമില്ല സാറേ, ഞാൻ ഇവിടെ ഓഫീസിൽ നിന്നും പെർമിഷൻ വാങ്ങിയ ശേഷമാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയും. ഇവിടുത്തെ എല്ലാ പെർമിഷനും കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ ആർക്കും ഒരു പെർമിഷനും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനകത്തേക്ക് കയറിയത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, ഞങ്ങളുടെ കമ്പനി ഈ ആശ്രമത്തിലേക്ക് 25 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ കുട്ടികളുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഒരിക്കലും എന്നിൽ നിന്നും നഷ്ടപ്പെടുകയില്ല. ഞാൻ ആരോടും ഇക്കാര്യം പറയുകയില്ല എന്ന് പറയണം. അപ്പോൾ ആ ഓണർ സമ്മതിക്കുന്നില്ല കേട്ടോ. അയാൾ ചൂടായിട്ട് പറയുകയാണ്, കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ആ കുട്ടികളൊക്കെ ഇന്ന സ്ഥലങ്ങളിലായിട്ട് താമസിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഒരിക്കലും പുറത്തു പോവാൻ പാടില്ല. അവരെക്കുറിച്ചുള്ള ഒരു രഹസ്യവും ആരും തന്നെ അറിയാനും പാടില്ല. ഈ സ്ഥാപനം 40 വർഷമായി ഒരു കുഴപ്പവും കൂടാതെയാണ് ഞങ്ങൾ കൊണ്ടു നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും പെർമിഷൻ തരാൻ കഴിയുകയില്ല. ഞങ്ങൾ ആ കുട്ടികളോട് ചെയ്യുന്ന വഞ്ചനയാണ് അത്. അതുകൊണ്ട് മാഡം ഇത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്നും പുറത്തു പോകണം എന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ഒരു 5 മിനിറ്റ് സമയം തന്നേക്ക്. ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം എനിക്ക് എൻ്റെ കമ്പനിയോട് പറയാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി ഒരിക്കലും ഇതിനെക്കുറിച്ചൊന്നും പുറത്തു പറയുകയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ആ ഓണർ അങ്ങ് ചൂടായിട്ട് സംസാരിക്കുകയാണ്, ഇങ്ങനെയൊന്നും പെർമിഷൻ തരാൻ ഒരിക്കലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് കുട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവണം എന്ന് പറഞ്ഞ് വീണ്ടും ചൂടാവുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഈ സ്ഥാപനത്തിലേക്ക് 25 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കമ്പനി ഡൊണേറ്റ് ചെയ്യുന്നത്. അത് ചില്ലറ തുകയൊന്നുമല്ലല്ലോ. പിന്നെ എന്താ, നിങ്ങൾക്കും കൂടി അത് നല്ലതല്ലേ എന്ന് പറയും.
പറയാം. അയാൾ നിധിയോട് പറയാണ്, ഒരിക്കലും ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കില്ല. ഞങ്ങൾ 40 വർഷമായി ഈ സ്ഥാപനം ഒരു കുഴപ്പവും കൂടാതെയാണ് കൊണ്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഡൊണേറ്റ് ചെയ്ത എല്ലാവരും ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളുടെ കമ്പനി മാത്രമെന്താ പുതിയ ഒരു ഡിമാൻഡുമായി വന്നിട്ടുള്ളത്? അതുകൊണ്ട് കുട്ടികളുടെ രഹസ്യം നിങ്ങളെ കാണിച്ച് ഞങ്ങൾക്ക് ആ 25 ലക്ഷം രൂപ നിങ്ങൾ തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ അയാൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കും നിധിയെ സഹായിച്ച ആ മാനേജർ വരികയാണ് കേട്ടോ. എന്നിട്ട് നിധിയോട് മാനേജർ പുറത്തേക്ക് പോകാൻ വേണ്ടി ചൂടാവുകയാണ്. അപ്പോൾ ആ സ്ത്രീ വന്ന് പറയുകയാണ്, മേഡം എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേക്ക്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് വിചാരിച്ച് ഇവിടെ നിന്ന് പോവണം എന്ന് പറയണം. അങ്ങനെ നിധിയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി പുറത്തിറങ്ങിയ ശേഷം നിധി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഗൗതമിൻ്റെ അമ്മ നിർമ്മല എന്നാണ് അതിൽ കണ്ടത്. ഫോട്ടോ എടുക്കാനും കഴിഞ്ഞില്ല. നിർമ്മല എന്ന് പറയുന്ന ആ സ്ത്രീ ഇപ്പോൾ എവിടെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ നിധി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത്. പിന്നീട് വീട്ടിലെത്തിയ ശേഷം പാറു പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, അമ്മയോട് ഇക്കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അമ്മ എന്നോട് സത്യം പറയില്ല. അതുകൊണ്ട് എന്താണ് ഒരു മാർഗം? അമ്മയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നിധി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ നിധി ആലോചിച്ച് നിൽക്കുന്ന ആ സമയത്താണ് നിധിയുടെ ഫോണിലേക്ക് നിഖിൽ വിളിക്കുന്നത്. അപ്പോൾ നിഖിലിനോട് സംസാരിക്കുന്നത് വേറൊരു രീതിയിൽ അങ്ങ് സംസാരിക്കാൻ കേട്ടോ നിധി. എന്നിട്ട് പാറു കേൾക്കാൻ വേണ്ടിയിട്ട് നിധി പറയുകയാണ്, ഇത് നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കും. നിർമ്മലയോ? നിങ്ങൾ ആരാണ് എന്നൊക്കെ നിധി വീണ്ടും ചോദിക്കാനുണ്ട്. അങ്ങനെ നിർമ്മല എന്നുള്ള പേര് കേട്ടതോടുകൂടി പാറു ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് നിധി പാറു കേൾക്കാൻ വേണ്ടി വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? എൻ്റെ പേര് നിധിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ അമ്മയോ? നിങ്ങൾ എങ്ങനെ എൻ്റെ അമ്മയാവും? എൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഗൗതമിൻ്റെ അമ്മയുടെ പേര് പാറു എന്നാണ്. നിങ്ങൾ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? നിങ്ങൾക്ക് നമ്പർ തെറ്റിയതാവും എന്ന് പറയാണ്. അപ്പോഴൊക്കെ നിഖിൽ ഫോണിലൂടെ പറയുന്നുണ്ട്, എന്താ ചേച്ചി ഈ പറയുന്നത്? ഞാനാണ് നിഖിലാണ്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിഖിലാണ്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നിഖിൽ മറു സൈഡിൽ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിധി അതൊന്നും കേൾക്കാത്ത മട്ടിൽ നിർമ്മലയോട് സംസാരിക്കുന്ന ഭാവത്തിലാണ് കേട്ടോ പാറു കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയുന്നത്. എന്നിട്ട് എന്നോട് രഹസ്യം പറയാനുണ്ടോ? എന്ത് രഹസ്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടോ? എന്നാണ് നിങ്ങൾ വരുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? എന്നോട് രഹസ്യം പറയാനുണ്ടെന്നോ? എന്ത് രഹസ്യമാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി കേട്ടതോടുകൂടി പാറു ആകെ ഷോക്കായിട്ട് പാറുവിൻ്റെ കയ്യിൽ നിന്നും ചായ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഗ്ലാസ് നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോൾ നിധി ആ സൗണ്ട് കേട്ടിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. ഒന്നുമില്ല നിധി, എൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് അറിയാതെ താഴെ വീണതാണ് എന്ന് പാറു പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. എന്നിട്ട് നിധി പറയുകയാണ്, നിങ്ങൾ വിളിച്ചത് റോങ് നമ്പറിലേക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിഖിലാണെങ്കിൽ ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചത്? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നൊക്കെ നിഖിൽ സ്വയം പറയുകയാണ്. എന്നിട്ട് നിഖിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് പാറു കാണാൻ വേണ്ടിയിട്ട് നിധി അവിടെ തന്നെ ആ ഫോൺ വെക്കുകയാണ്. അപ്പോൾ നിധി റൂമിലേക്ക് പോയി എന്ന് കണ്ടതോടുകൂടി പാറു പെട്ടെന്ന് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധിയുടെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പാറു പറയണേ, നിധിയുടെ ഫോൺ നമ്പർ എങ്ങനെ നിർമ്മലയ്ക്ക് കിട്ടിയത്? നിർമ്മല എന്തിനാണ് നിധിയെ വിളിച്ചത്? എന്ത് രഹസ്യമാണ് നിർമ്മലയ്ക്ക് നിധിയോട് പറയാനുള്ളത് എന്നൊക്കെ സ്വയം പാറു പറയുകയാണ്. എന്നിട്ട് നിധിയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിഖിലിൻ്റെ പേര് കാണുന്ന സമയത്ത് നിർമ്മലയല്ലേ വിളിച്ചത്? പിന്നെ എന്താ ഫോൺ ലിസ്റ്റിൽ നിഖിലിൻ്റെ പേരാണല്ലോ കാണുന്നത് എന്ന് സ്വയം പാറു പറയുകയാണ്. അപ്പോഴത്തേക്കും നിധി റൂമിൽ നിന്നും വന്നിട്ട് പാറുവിൻ്റെ പിറക് സൈഡിൽ നിൽക്കുകയാണ്. അങ്ങനെ എന്താ അമ്മ എൻ്റെ ഫോണിൽ നോക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പാറു അങ്ങ് പതറിപ്പോവുകയാണ്. എന്നിട്ട് നിധിയോട് ഒന്നുമില്ല എന്ന് പറയാം. നിധി പറയണേ, ഞാൻ നിർമ്മലയോട് സംസാരിച്ചതാണെന്ന് കരുതിയിട്ടല്ലേ ഇപ്പോൾ അമ്മ എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചത്? അമ്മ എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? ആരാണ് ഈ നിർമ്മല? എന്നോട് ആ സത്യം പറഞ്ഞേ മതിയാവും. ഗൗതമും നിർമ്മലയും തമ്മിൽ എന്ത് രഹസ്യമാണ് ഉള്ളത്? എനിക്കത് അറിഞ്ഞേ മതിയാവും. നിർമ്മലയെക്കുറിച്ച് എല്ലാ കാര്യവും അമ്മയ്ക്ക് അറിയാം. പക്ഷേ അമ്മ എന്നോട് എന്തുകൊണ്ട് പറയുന്നില്ല? എനിക്കത് അറിഞ്ഞേ മതിയാവൂ എന്ന്
നിധി പറയട്ടോ. അപ്പോഴത്തേക്കും പാറുവിന് അങ്ങ് ദേഷ്യം വന്ന് പാറു നിധിയോട് അങ്ങ് ഒച്ച എടുത്ത് സംസാരിക്കുകയാണ്. നിന്നോടല്ലേ പറഞ്ഞത് നീ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും തലയിടാൻ നിൽക്കണ്ട എന്ന്, നീ എന്തിനൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയണ, അല്ല അമ്മ എപ്പോഴും വായ്ക്ക് എൻ്റെ മകനാണ് എന്ന് പറയാറുണ്ടല്ലോ ഗൗതമിനെ കുറിച്ച്, അപ്പോൾ പിന്നെ നിർമ്മലയും ഗൗതമും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ വീണ്ടും പാറുവിന് ദേഷ്യം പിടിച്ച് നിധിയോട് ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ്. നിന്നോടാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കേണ്ട, നീ ഗൗതമിൻ്റെ ഭാര്യയാണെങ്കിൽ നീ നല്ലതുപോലെ ഇവിടെ ജീവിക്കാൻ നോക്കുക, വേണ്ടാത്ത കാര്യത്തിലൊന്നും നീ തലയിടാൻ നിൽക്കണ്ട, എന്നെയും എൻ്റെ മോനെയും പിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, എൻ്റെ മകനെ എന്നിൽ നിന്നും പിരിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞ് പാറു ദേഷ്യപ്പെട്ട് സംസാരിക്കട്ടോ. അത് കാണുന്ന സമയത്ത് നിധി തന്നെ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പാറു പറയണേ, ഇനി മേലിൽ നീ എന്നോട് ഇക്കാര്യം ചോദിച്ചു വന്നാൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല, ഞാൻ നിന്നോട് സംസാരിക്കുക പോലുമില്ല എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇനി എന്നോട് ഇക്കാര്യം നീ ചോദിച്ചു പോവരുത് എന്ന് പറഞ്ഞിട്ടാണ് പാറു അവിടെ നിന്നും പോകുന്നത്. പിന്നീട് പാറു നേരെ ചെല്ലുന്നത് ഗോപിനാഥിന്റെ റൂമിലേക്കാണ്. എന്നിട്ട് കതക് കുറ്റിയിട്ട ശേഷം പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോപിനാഥിനോട് പറയുകയാണ്, നിധി നിർമ്മലയെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്, എന്നോടിപ്പോൾ അക്കാര്യം ചോദിച്ചു എന്ന് പറയട്ടോ. അപ്പോൾ ഗോപിനാഥ് എങ്ങനെ നിധി നിർമ്മലയെ കുറിച്ച് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പാറു പറയുന്നു, എനിക്കറിയില്ല, എന്നോടിപ്പോൾ അക്കാര്യം ചോദിച്ചു, ആരാണ് നിർമ്മല, ഗൗതമും നിർമ്മലയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു എന്നൊക്കെ ഗോപിനാഥിനോട് പറയട്ടോ. അപ്പോഴത്തേക്കും നിധി ആ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഗോപിനാഥും പാറുവും കൂടി സംസാരിക്കുന്നതെല്ലാം നിധി പുറത്തു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ, ഒന്നും ഉണ്ടാവില്ല എന്ന് ഗോപിനാഥ് സമാധാനപ്പെടുത്തുകയാണ്. അപ്പോൾ പാറു പറയണേ, എൻ്റെ ഗൗതമെങ്ങാനും എല്ലാ രഹസ്യവും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല, ഗൗതം ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഈ രഹസ്യം ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊക്കെ പറയട്ടോ. ഇനിയിപ്പോൾ നിധി അറിഞ്ഞതുപോലെ വസുന്ധര എങ്ങാനും നിർമ്മലയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടാവുക, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. എവിടെ നിന്നാണ് ഇപ്പോൾ ഈ നിർമ്മല എവിടേക്ക് വന്നത്, നിർമ്മല ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല, ഇനി എങ്ങാനും നിർമ്മലയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഇവിടുത്തെ സ്ഥിതി, ഗൗതമിനും അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല, ഗൗതം എന്നെ പിന്നെ പാറു എന്നൊന്നും ഒരിക്കലും വിളിക്കില്ല, ഗൗതം പിന്നെ ഈ വീട്ടിൽ നിൽക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഗോപിനാഥ് പറയാൻ, നീ ഒന്ന് കരയാതിരിക്കും, നിർമ്മല ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ പാറു ആകെ ഷോക്കാവണ്. എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കട്ടോ. ജോത്സ്യർ എന്നെ വിളിച്ചിരുന്നു, നിർമ്മലയെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് ജോത്സ്യർ വിളിച്ച് കാര്യങ്ങളൊക്കെ ഗോപിനാഥ് പാറുവിനോട് പറയട്ടോ. അപ്പോൾ നിധി ഇത് കേൾക്കുകയാണ്. അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോൾ ജോത്സ്യരിക്കും നിർമ്മലയെക്കുറിച്ച് അറിയാം, എന്നിട്ടാണോ ഞാൻ അന്ന് ചോദിച്ച സമയത്ത് ജോത്സ്യർ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കളഞ്ഞത്, അപ്പോൾ ജോത്സ്യർക്ക് എല്ലാ കാര്യവും അറിയാം എന്ന് നിധി സ്വയം മനസ്സിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ജോത്സ്യരെ കാണാൻ പോവണം എന്ന് നിധി തീരുമാനിക്കുകയാണ്.